قال النبي صلى الله عليه وسلم يقول الله عز وجل من جاء بالحسنة فله 10 أمثالها أو أزيد ومن جاء بالسيئة فجزاء سيئة مثلها أو أغفر ومن تقرب مني شبرا تقربت منه ذراعا إلى آخر الحديث رواه مسلم. മഹാനായ അബൂദർ റളിയല്ലാഹു തആല അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലാഹുവിന്റെ തിരുദൂതർ പറയുകയാണ്, യഖൂലുല്ലാഹു അസ്സ വജല്ല, നമ്മളുടെയൊക്കെ യജമാനനായ പടച്ച തമ്പുരാൻ അല്ലാഹു, അവൻ പറയുന്നു, അല്ലാഹു പറയുകയാണ്, എന്റെ റബ്ബ് പറയുന്നത്, മൻ ജാഅ ബിൽ ഹസനത്തി, നമ്മളൊക്കെ റഹ്മത്തിന്റെ 10 ദിനത്തിലാണ്. അല്ലാഹുവിന്റെ കരുണ അത് ആർക്ക് വർണ്ണിച്ചു തീർക്കാൻ പറ്റും? എന്തൊരു കരുണയുള്ള ആളാണ് നമ്മുടെ റബ്ബ്. എന്താണ് അല്ലാഹുവിന്റെ കരുണ? നമുക്ക് ഒരിക്കലും പറഞ്ഞു തീർക്കാൻ പറ്റില്ല. പടച്ച തമ്പുരാൻ നമ്മളോടുള്ള ആ കരുണ, നമ്മളിന്ന് എന്തൊക്കെ തെറ്റ് ചെയ്താലും ശരി അല്ലാഹ് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അല്ലാഹുവിനെ പറഞ്ഞ് അവനെ ശിക്ഷിക്കണമെന്നല്ല, അവൻ ഇങ്ങനെ കാത്തിരിക്കും. പശ്ചാത്താപത്തിന്റെ മനസ്സിൽ അടിമയ്ക്കുണ്ടോ? പശ്ചാത്താപത്തിന്റെ മനസ്സ് എപ്പോഴെങ്കിലും വരുന്നുണ്ടോ എന്നിങ്ങനെ അല്ലാഹ് ഇങ്ങനെ നോക്കിയിരിക്കുക. അല്ലാതെ അപ്പൊ അപ്പോഴും അവനെ ശിക്ഷിക്കാനിരിക്കുകയല്ല. അതെങ്ങനെ എന്റെ അടിമയ്ക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സുണ്ടോ ഇങ്ങനെ നോക്കിയിരിക്കുക. അങ്ങനെ ആരെങ്കിലും ഒരു സുഹൃതവുമായി അല്ലാഹുവിലേക്ക് ചെന്നു അല്ലാഹുവിന് വേണ്ടി ചെയ്താൽ ഒരു സുഹൃതം, ഒരു സുബ്ഹാനല്ലാഹ്, ഒരു അൽഹംദുലില്ലാഹ്, ഒരു അല്ലാഹു അക്ബർ, ഒരു നന്മ ചെയ്താൽ അല്ലാഹ് ചെയ്യുന്ന പണി കണ്ടോ, ഫലഹു അശ്റു അംസാലിഹാ, ആ ഒരു നന്മയ്ക്ക് 10 ഇരട്ടി പ്രതിഫലം കൊടുക്കാൻ തന്നെ കാത്തിരിക്കാം. ചെയ്തത് ഒന്ന് മാത്രം 10 ഇരട്ടി പ്രതിഫലം, 10 ഇരട്ടി പ്രതിഫലം. ഒരു സുബ്ഹാനല്ലാഹ് അതിന്റെ 10 ഇരട്ടി പ്രതിഫലം. ഇതാണ് നമ്മുടെ എന്തോ നമ്മുടെ നമ്മോടുള്ള കരുണ. ഇനി കേട്ടോ, ഇവിടെയാണ് അത്ഭുതം. നിങ്ങൾ ശ്രദ്ധിച്ചോളാം. അല്ലാഹു പറയുകയാണ്, വമൻ ജാഅ ബിസ്സയ്യിഅതി, ആരെങ്കിലും മോശത്തരം പ്രവർത്തിച്ചാൽ, ഒരു മോശത്തരം വന്നുപോയി ഒരു അടിമയുടെ കയ്യിൽ നിന്ന്, എന്നാൽ അല്ലാഹ് നേരത്തെ ഒരു നന്മ ചെയ്തതിനമ്മ 10 ഇരട്ടി കൊടുക്കുന്ന റബ്ബ്, ഫലഹു ഫജസാഉ സയ്യിഅത്തി മിസ്ലിഹാ, ആ ചെയ്ത തെറ്റിന്റെ ആ ഒരു ശിക്ഷ മാത്രമേ അല്ലാഹ് ചെയ്യുകയുള്ളൂ. അല്ലാഹുവിനെ കൊടുക്കും ആ ചെയ്ത തെറ്റിന്റെ ശിക്ഷ, അതിന് 10 ഇരട്ടി ശിക്ഷ അല്ലാഹു. മറിച്ച് ഒരു സുഹൃതന്റെ അടിമ ചെയ്താൽ ആ അടിമയ്ക്ക് 10 ഇരട്ടി പ്രതിഫലം. അല്ലാഹുവിന്റെ മരണയെ ഓർത്തു നോക്കും, അല്ലാഹുവിന്റെ മരണങ്ങളെ ഓർത്തു നോക്കും. അതുകൊണ്ട് അല്ലാഹുവിനെ കുറിച്ച് നല്ല ചിന്ത വേണം, നമുക്ക് നല്ല ചിന്ത വേണം. എന്നിട്ട് വീണ്ടും അല്ലാഹു പറയുകയാണ്, എന്റെ ഒരു അടിമ എന്നിലേക്ക് ഒരു ചാൻ അടുത്താൽ അല്ലാഹു ചെയ്ത പണിയുണ്ടോ, ഞാൻ അവനിലേക്ക് ഒരു മുഴവടിക്കും. ഒരു ചാൻ എന്നിലേക്ക് എന്റെ അടിമയെടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മുഴ അങ്ങോട്ട് എടുക്കും. എന്റെ അടിമയെ ഞാൻ കൈവിടത്തില്ല. അവനിങ്ങനെ നന്മല്ല ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും. അങ്ങനെ ഇരിക്കും അവൻ എന്നിലേക്ക് ഒരു എന്തോ ഒരു പ്രഭാഷണം കേട്ടു, അല്ലെങ്കിൽ എന്തോ ഒരു നന്മ അവനിക്ക് തോന്നി, അവൻ എന്നിലേക്ക് ഒരു ചാനെടുത്താൽ ഞാൻ ഒരു മുഴ അങ്ങോട്ട് എടുക്കും. എന്താണ് അതിന്റെ കരുണ? ഇനിയും അല്ലാഹു പറയുകയാണ്, എന്റെ അടിമ എന്നിലേക്ക് ഒരു മുഴമിഞ്ഞ് അടുത്താൽ ഞാൻ അവനിലേക്ക് ഒരു മാർ അടുക്കുന്നതാണ്. ഇനി അവൻ എന്നിലേക്ക് പശ്ചാത്താപത്തിന്റെ മനസ്സുമായി നടന്നു വന്നാൽ, വലിയ പെരുത്ത കണ്ടുപിടിയായിരുന്നു, വല്ലാത്ത ഒരുതരം വീഴ്ചയായി നാട്ടുകാർക്ക് മൊത്തവും അസ്വസ്ഥനായി നടന്നവനാണ്.
അള്ളാഹുവേ അവന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ജനങ്ങളൊക്കെ ആകെ മടുത്തുപോയി. എന്തിനധികം അവസാനം ജനങ്ങൾ തന്നെ പ്രാർത്ഥിക്കുന്നതിന്റെ ശല്യം ഒഴിവാക്കി തരണേ അല്ലാഹ്. ഇങ്ങനെ പ്രാർത്ഥിച്ച് ജനങ്ങൾ പ്രാർത്ഥിച്ച് നടന്നവൻ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാനസാന്തരം. അല്ലാഹുവേ, ഞാൻ ഈ കാണിച്ചത് മൊത്തവും മോശത്തരമാണ്. എനിക്ക് ഇനിയും ഇങ്ങനെ തോന്നിവാസം കാണിച്ച് ഇരുന്ന് ചാവാനല്ല ഞാൻ എന്നെ അല്ലാഹു പറഞ്ഞു വിട്ട്. അതുകൊണ്ട് എനിക്ക് നന്നാവണം എന്ന ചിന്തയോടെ അവൻ നന്മയ്ക്ക് വേണ്ടി നടന്നാൽ അല്ലാഹ് ഓടി വരും അവനെ സ്വീകരിക്കാൻ. അല്ലാഹ് ഓടി വരും അവനെ സ്വീകരിക്കാൻ. റബ്ബിന്റെ കരുണ, അല്ലാഹുവിന്റെ കരുണ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. എന്താണ് പടച്ചവനെ. ഇനി അവൻ ഭൂമി മുഴുവൻ അത്രത്തോളം ഹിമാലയ പർവ്വതങ്ങൾക്ക് തുല്യമായ പാപവുമായിട്ട് പശ്ചാത്താപത്തിന്റെ മനസ്സിലോടുകൂടി അതിലേക്ക് നടന്നു വരുന്നതെങ്കിൽ അത്ര ഹിമാലയ പർവ്വതത്തിന്റെ അത്രയും പൊറുക്കലുമായിട്ട് ഞാൻ അവനെ സ്വീകരിക്കും. അവന്റെ പാപം എനിക്ക് പ്രശ്നമല്ല. എന്റെ അടിമയെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് എന്റെ ഡ്യൂട്ടി. എന്റെ അടിമയെ രക്ഷപ്പെടുത്തുക. ഇതാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്ത് ചെയ്യണം? ആ അല്ലാഹുവിൽ ഒരു പ്രതീക്ഷ വെക്കണം. എന്റെ റബ്ബിന് പുറത്തു ചെയ്യും. പശ്ചാത്താപത്തിന്റെ മനസ്സമത്തെ വേണം. ഒരു പാപം നമ്മളിൽ നിന്ന് വന്നാൽ ഉടൻ തന്നെ അല്ലാഹു പറയും, മലക്കുകളെ എഴുതാൻ പറ്റും, എഴുതാൻ പറ്റും. അല്ല, അല്ലാഹു അവന്റെ തിന്മ റെക്കോർഡ് ചെയ്യാൻ എഴുതാൻ പറ്റും. അങ്ങനെ പശ്ചാത്താപത്തിന്റെ മനസ്സ് വരുന്നുണ്ടോ വിരിച്ച് അങ്ങനെ പാപം ചെയ്ത് കുറേ കഴിഞ്ഞപ്പോൾ എന്റെ യജമാനന് ഇഷ്ടമില്ലാത്തത് ഞാൻ പ്രവർത്തിച്ചു. ഉടനെ മലക്കുകളൊക്കെ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ മലക്കുകൾ നിങ്ങൾ എഴുതരുത്, ഇനി എഴുതണ്ട, എന്റെ അടിമ പശ്ചാത്തലിച്ചു. ഇതാണ് നമ്മുടെ റബ്ബ്. അതുകൊണ്ട് അല്ലാഹുവിൽ പ്രതീക്ഷ വേണം. അല്ലാഹു റഹ്മത്തിന്റെ 10 ദിനത്തിലാണ്, വല്ലാതെ കരുണ ചൊരിയുന്ന സമയമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ റഹ്മത്തിന് വേണ്ടി, അല്ലാഹുവിന്റെ തിരുസാമീപ്യത്തിന് വേണ്ടി നമ്മൾ കൈനീട്ടി യാചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വിരമിക്കുന്നു. അല്ലാഹ് പറഞ്ഞു ഈ പ്രിയപ്പെട്ടത് കേട്ടതിന്